ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലക്സംബർഗിലേക്ക് ഒരു ജോലി അല്ലെങ്കിൽ ആ രാജ്യത്തിനെക്കുറിച്ച് യാതൊന്നും അറിയില്ല. ഇങ്ങനൊരു രാജ്യത്തിനെക്കുറിച്ച് ഞാൻ കേട്ടിട്ട് പോലുമില്ല. അവിടെ എന്തൊക്കെ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പോകാൻ പറ്റും, IELTS നിർബന്ധമാണോ, വിസ പ്രോസസ്സിങ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അവിടുത്തെ സാലറി സ്ട്രക്ചർ എത്ര, എന്തൊക്കെ മറ്റു കാര്യങ്ങളാണ്, അതായത് നമുക്ക് വിസ കിട്ടാൻ എത്രത്തോളം എളുപ്പമാണ്, നമുക്ക് ഷെങ്കൻ വിസയിൽ അവിടെ പോയി ഒരു ജോലി അന്വേഷിക്കാൻ പറ്റുമോ, ഇങ്ങനെ ഒരുപാട് സംശയം നിങ്ങളുടെ മനസ്സിലുണ്ടാവും. നമ്മൾ നേരത്തെ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്, പക്ഷേ നോട്ട് ഇൻ ഡീറ്റെയിൽ. നമ്മൾ കുറച്ച് ഇൻഫർമേഷൻസ് മാത്രമേ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. സോ ഇതിനെക്കുറിച്ച് കൂടുതൽ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഇത് 2-3 പാർട്ടായിട്ടായിരിക്കും, ബിക്കോസ് എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. സോ ഇത് കാണാത്തവർ തീർച്ചയായിട്ടും ആ വീഡിയോ കാണുക. സോ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടും. മൈ നെയിം ഈസ് ബിനു. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സോ ലക്സംബർഗ് ഈസ് എ സ്മോൾ യൂറോപ്യൻ കൺട്രി. ഇപ്പോൾ ഇതിൻ്റെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ലക്സംബർഗ് സിറ്റിയാണ്. ലക്സംബർഗ് ഈസ് വെരി ഡെവലപ്ഡ് കൺട്രി. ഇത് വൺ ഓഫ് ദ വേൾഡ്സ് ഹയസ്റ്റ് GDP പെർ ക്യാപിറ്റൽ ഉള്ളൊരു കൺട്രിയാണ്. പിന്നെ അതുപോലെ തന്നെ ലക്സംബർഗ് ബിക്കം ദ റിച്ച് ഫസ്റ്റ്ലി ബിക്കോസ് ഓഫ് കോൾഡ് ഇൻഡസ്ട്രി ഉള്ളത് ആണ് ഇവരുടെ മെയിൻ. ഇതിപ്പോഴില്ല, കുറച്ച് നാൾ മുമ്പായിരുന്നു. അതിനുശേഷം ചൈന വലിയ തോതിൽ ഈ മേഖലയിൽ പ്രൊഡക്ഷൻ ആരംഭിച്ചു. അവർ വളരെ ചീപ്പായിട്ട് മാർക്കറ്റിൽ എത്തിക്കാൻ തുടങ്ങി. സോ ലക്സംബർഗ് പതിയെ ചുവട് മാറ്റി അവർ പിന്നീട് ഫൈനാൻഷ്യൽ സെക്ടറിലേക്കും പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ്ങിലേക്കും ഒക്കെ മാറി. ഇനി ഇന്ത്യക്കാർ നേരിടാൻ സാധ്യതയുള്ളതായിട്ട് പലരും വിചാരിക്കുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ലാംഗ്വേജ് എങ്ങനെയായിരിക്കും എന്നാണ്. അപ്പോൾ അവിടെ 3 ലാംഗ്വേജാണ് ഒഫീഷ്യലായിട്ടുള്ളത്. ഇപ്പോൾ 2018 മിനിസ്ട്രി ഓഫ് നാഷണൽ എഡ്യൂക്കേഷൻ്റെ സർവേ അനുസരിച്ച് 98% ഓഫ് ലക്സംബർഗ് പോപ്പുലേഷൻ സംസാരിക്കുന്ന ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ അത് ഫ്രഞ്ചാണ്. പിന്നെ 80% ഓഫ് പോപ്പുലേഷൻ സ്പീക്സ് ഇംഗ്ലീഷ് ആൻഡ് 78% പോപ്പുലേഷൻ ക്യാൻ സ്പീക്ക് ഇൻ ജർമ്മൻ. സോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ബുദ്ധിമുട്ട് വരില്ല, ബിക്കോസ് 80% ഓഫ് പോപ്പുലേഷൻ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. ആ ഒരു കാരണം കൊണ്ട് നിങ്ങൾക്ക് ഒരു ലാംഗ്വേജ് ഒരു പ്രശ്നം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നില്ല. ഇനി ഒരു സമ്പന്ന രാജ്യം എന്ന നിലയിൽ നിങ്ങൾക്ക് വിചാരിക്കും ലക്സംബർഗ് ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്, ബട്ട് ദാറ്റ്സ് നോട്ട് ട്രൂ. ലക്സംബർഗ് അത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള രാജ്യമല്ല. സെയിം ടൈം ഇതത്ര കോസ്റ്റ് കുറവാണെന്നും പറയാൻ പറ്റില്ല. എന്നാലും മറ്റ് ഒരു ട്രാവൽ ഡെസ്റ്റിനേഷൻ, ഞാൻ പറഞ്ഞില്ല, ഇത് ഇസ് ആൾസോ എ ട്രാവൽ ഡെസ്റ്റിനേഷൻ. ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ, അതായത് നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ ന്യൂയോർക്ക് അല്ലെങ്കിൽ ലണ്ടൻ ഓർ പാരീസ്, അപ്പോൾ അതുപോലെ നിങ്ങളുടെ പോക്കറ്റ് കാലിയാക്കുന്ന രീതിയിലൊന്നും ഇത് ലക്സംബർഗിനെ നിങ്ങൾ വിചാരിക്കേണ്ട. ബിക്കോസ് കോസ്റ്റ് ഈസ് ഓക്കെ, നോട്ട് വെരി ബാഡ് ആൻഡ് നോട്ട് വെരി ഹൈ, ബട്ട് ഇറ്റ് ഇസ് ഓക്കെ. സോ ലക്സംബർഗ് ഇസ് വൺ ഓഫ് ദ സേഫസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ്. സി അത് ആകെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന കേസസ്, ഐ ആം നോട്ട് സെയിങ് ദാറ്റ് ഇസ് കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ക്രൈം, ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പേഴ്സ് സ്നാച്ചിങ് അല്ലെങ്കിൽ പിക്ക് പോക്കറ്റിംഗ് അല്ലെങ്കിൽ ബൈക്ക് തെഫ്റ്റ്, ഇങ്ങനെയൊക്കെയുള്ള മൈൽഡായിട്ടുള്ള ഒരു ക്രൈം തിങ്സാണ് നമ്മൾ പൊതുവെ അവിടെ കണ്ടുവരുന്നത്. ഇനി ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ അതർ തിങ്സ് വിച്ച് ഈസ് ഗെറ്റിംഗ് എ ലക്സംബർഗ് വിസ. ഹൗ ഡിഫിക്കൽട്ട്, ഹൗ ഈസി ഇറ്റ് ഈസ്. സോ നിങ്ങളുടെ ജോബ് ഫണ്ട് തുടങ്ങുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉണ്ടോ എന്ന് നിങ്ങൾ അറിയണം. എന്നാൽ മാത്രമല്ല നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ജോലിയെക്കുറിച്ച് അന്വേഷിക്കാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ട്രൈ ചെയ്യാൻ പറ്റും. സോ it's very important that you should know exactly before you start your job and what kind of visa required as a work visa. So നിങ്ങൾക്ക് ലക്സംബർഗിൽ വർക്ക് ചെയ്യണം എന്ന ആഗ്രഹമുണ്ട് എങ്കിൽ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റേതായ പ്രൊസീജിയേഴ്സ് എല്ലാ രാജ്യത്തുമുണ്ട്. ഇപ്പോൾ വർക്കിംഗ് ഇൻ ലക്സംബർഗ് ഇറ്റ്സ് എന്താ പറയുക, ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ബെനിഫിറ്റ്സ്. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെ അപേക്ഷിച്ച് അവിടെ ജോലി കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഇത് ഞാൻ പറയുന്നതല്ല, ആസ് പെർ ദ റെക്കോർഡ്സ് ബൈ യൂറോപ്യൻ യൂണിയൻസ് അവർ പറയുന്ന ഇതനുസരിച്ചാണ് പറയുന്നത്. താരതമ്യേന മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെ അപേക്ഷിച്ച് ലക്സംബർഗിൽ ജോബ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ്. ആമസോൺ, സ്കൈപ്പ്, ആപ്പിൾ ആൻഡ് പേപാൽ പോലുള്ള ബിഗ് ഇന്റർനാഷണൽ കമ്പനീസ് ഹു ഹാവ് സെറ്റ് അപ്പ് യൂറോപ്യൻ ഹെഡ് ഓഫീസ്. അപ്പോൾ വർക്ക് വിസ വളരെ എളുപ്പത്തിൽ ലഭിക്കുമെങ്കിലും അതിന് നിങ്ങളുടെ രാജ്യം, ദെൻ എഡ്യൂക്കേഷൻ, ദെൻ ഇറ്റ് കംസ് ടു യുവർ സ്കിൽ, ഇതൊക്കെയാണ് ഒരു പ്രധാന ഘടകമായിട്ട് പറയാം. അതായത് നിങ്ങളുടെ വിദ്യാഭ്യാസം അനുസരിച്ച് നിങ്ങളുടെ രാജ്യങ്ങളൊക്കെ അനുസരിച്ചാണ് അത് പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. എനിവേ യൂറോപ്യൻ സിറ്റിസനെ കുറിച്ച് ഞാൻ പറയുന്നില്ല, ബിക്കോസ് നമ്മളൊന്നും ആ കാറ്റഗറിയിൽ വരുന്നില്ല. സോ ഞാൻ പറയാൻ പോകുന്നത് നോൺ യൂറോപ്യൻ, നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത നോൺ യൂറോപ്യൻസിനെ കുറിച്ചാണ്. അപ്പോൾ നോൺ യൂറോപ്യൻസ് കൂടുതൽ എഫേർട്ടും കൂടുതൽ പേപ്പർ വർക്കും അതുപോലെ തന്നെ ടൈമും ഒക്കെ ആവശ്യമായിട്ട് വരും. നിങ്ങൾക്കൊരു ജോലി അന്വേഷിച്ച് ലക്സംബർഗ് വന്നാൽ നിങ്ങൾക്കൊരു 90 days നോർമലി ലീഗലായിട്ട് അവിടെ താമസിക്കാൻ പറ്റും.
ഇപ്പോൾ അതിൽ കൂടുതൽ നോക്കുകയാണെങ്കിൽ ഒരു നോൺ യൂറോപ്യൻ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ഇവിടേക്ക് ജോലി അന്വേഷിച്ച് വന്നാൽ, അല്ലെങ്കിൽ ഒരു ബിസിനസ് ആവശ്യത്തിനാകട്ടെ, അല്ലെങ്കിൽ ഒരു സ്റ്റഡീസ് ഓർ ലെറ്റ്സ് സേ റിസർച്ച് ഓർ ജോയിൻ എ ഫാമിലി മെമ്പേഴ്സ്, മോർ ദാൻ 90 ഡേയ്സ് നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെസിഡൻസ് പെർമിറ്റ് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണ ഇവിടെ ഈ കാറ്റഗറിയിൽ മുന്നോട്ട് തുടരുന്നതിന് എംപ്ലോയർ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വിസ പ്രോസസ് അപ്ലൈ ചെയ്യും. ബിക്കോസ് ഇറ്റ് മേ ടേക്ക് ടൈം, ഇറ്റ്സ് എ ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. സോ ഇമ്മീഡിയറ്റ്ലി നിങ്ങളൊരു വിസയിൽ പോയി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നിങ്ങളത് ജോബ് വിസ കൺവേർട്ട് ചെയ്ത് അവർ എത്രയും പെട്ടെന്ന് വിസ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യും. ഇനി എന്തൊക്കെയാണ് എലിജിബിലിറ്റീസ്? ഞാൻ പറയുന്നത് ക്ലിയർ കട്ട് എഡ്യൂക്കേഷണൽ ഓർ വർക്ക് എക്സ്പീരിയൻസിനെ കുറിച്ചിട്ടാണ്. ഞാൻ ആസ് എ പേഴ്സൺ വെദർ ഐ ആം ഏബിൾ ടു ഓർ എലിജിബിൾ ടു വർക്ക് ഓർ എനിക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു എലിജിബിലിറ്റിയെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോണേ. ഇറ്റ് ഈസ് കംപ്ലീറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ എഡ്യൂക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ്. ഞാൻ വേറെ ഒരു കാറ്റഗറിയും പറയുന്നില്ല. നിങ്ങളുടെ എഡ്യൂക്കേഷനും നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയും ഒക്കെ അനുസരിച്ച് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന ആൾക്ക് അവിടെ അപേക്ഷിക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. സോ മിനിമം വേജസ് ഇസ് നോട്ട് ലെസ് ദാൻ 2307.56 euro per month. ഒരു മാസത്തിൽ 2307.56 യൂറോയ്ക്ക് വരെ. ഇത് കൺവേർട്ട് ചെയ്തുകൊണ്ടാണ് ഈ 0.56 വരുന്നത് കേട്ടോ. ഇത് ആഗസ്റ്റ് 2016 അവരിറക്കിയ ഒരു പോളിസിയാണ്. മിനിമം ഒരു ഔട്ട്സൈഡർ, അതായത് ഒരു വെളിയിൽ നിന്ന് വരുന്ന ഒരാൾക്ക് ഇത്രയും സാലറി ഉണ്ടെങ്കിൽ ഇവിടെ താമസിക്കാൻ കഴിയും. യു ഹാവ് എ സർട്ടിഫിക്കേഷൻ ഓഫ് യുവർ പോസ്റ്റ് പ്രൊഫഷൻ, ദെൻ യു ക്യാൻ അപ്ലൈ. ഇപ്പോൾ ലെറ്റ്സ് സേ യു ഹാവ് ഡൺ യുവർ ബികോം അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ, ഡിപ്ലോമ, വാട്ട് എവർ, നിങ്ങൾ സർട്ടിഫൈഡ് കോഴ്സ് ചെയ്തവരാണെങ്കിൽ നത്തിങ് ടു വറി, യു ആർ എലിജിബിൾ ടു ഗോ ടു ലക്ഷംബർഗ് ഫോർ എ ജോബ്. ഇനി നിങ്ങളുടെ കഴിവിനനുസരിച്ച് നിയമിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഉദാഹരണത്തിന് നിങ്ങളൊരു സ്കിൽഡ് വർക്കറാണ്, ഒരു മെക്കാനിക്കാണ്, ബട്ട് അൺഫോർച്യുനേറ്റ്ലി യു ഡു നോട്ട് ഹാവ് എനി സർട്ടിഫിക്കറ്റ്സ്. ഇപ്പം നമ്മൾ പഠിച്ച് സ്കില്ല് നേടി അങ്ങനെ വരുന്നവരുണ്ട്. അല്ലാതെ സ്വാഭാവികമായിട്ടും ജോലി ചെയ്ത് അതിൽ പ്രാവീണ്യം നേടുന്നവർ പിന്നീട് നമ്മൾ കാണുന്നുണ്ട് ഒരുപാട് മേഖലകളിൽ വരുന്നത്. ഇങ്ങനെയുള്ളവർക്കാണെങ്കിൽ അതനുസരിച്ചുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി ഈ രാജ്യം കൊടുക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ഒരു സ്കിൽഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ ചെയ്യുന്ന ഒരാളാണ്, നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ്സ് ഇല്ലെങ്കിൽ പക്ഷേ നിങ്ങൾക്ക് സ്കില്ലുണ്ട്, ഇങ്ങനെയാണെങ്കിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ എലിജിബിളാണ്. ഇത് അവിടുത്തെ നോംസ് അനുസരിച്ചാണ് ഞാൻ ഈ പറയുന്നത്, ഗവൺമെൻറ് റൂൾ അനുസരിച്ച്. ഇനി സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല, അതായത് മറ്റ് ജോലിയാണ് ചെയ്യുന്നത്, ഇപ്പോൾ ഒരു ടെക്നിക്കൽ ജോലിയല്ല, അത് നേരെ മറിച്ച് ഒരു ലെറ്റ്സ് സേ ഒരു അക്കൗണ്ടൻറ്റ് ബട്ട് നോ സർട്ടിഫിക്കറ്റ്സ്, അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ജോലികൾ, പക്ഷേ സർട്ടിഫിക്കറ്റ് ഇല്ല, കുറേ വർഷങ്ങളുടെ പ്രയത്നം കൊണ്ട് ആ പോസ്റ്റിലെത്തിയ ആൾക്കാർ ഒരുപാടുണ്ട്. അങ്ങനെയുള്ളവരാണെങ്കിൽ 10 years എക്സ്പീരിയൻസ് ലെറ്റർ ആവശ്യമുണ്ട്. അത് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രാജ്യത്തേക്ക് പോകാം. ഇനി നിങ്ങളുടെ പ്രൊഫഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമേ ഇല്ല എന്ന് വെച്ചോ, ഉദാഹരണത്തിന് പൊറോട്ട മേക്കിംഗ്, അല്ലെങ്കിൽ ഒരു ഗൈഡ്, അല്ലെങ്കിൽ ഒരു നാനി, അല്ലെങ്കിൽ ഒരു അറ്റൻഡൻറ്റ്, അല്ലെങ്കിൽ ഒരു ഓഫീസ് അസിസ്റ്റൻസ്, ഇങ്ങനെയുള്ള പ്രൊഫഷൻ നോക്കി പോകുന്നവരാണെങ്കിൽ നമുക്ക് 6 years ഓഫ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് വേണം, അതിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം, അതായത് എവിടെയെങ്കിലും നിന്നായിട്ടുള്ള ലെറ്റേഴ്സ് അങ്ങനെ എന്തെങ്കിലും. സോ ഇത്രയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾ സെൽഫ് അനലൈസ് ചെയ്ത് നോക്കുക, നിങ്ങൾ ഇവിടെ പോകാൻ എലിജിബിൾ ആണോ. ഇത് കേട്ടിടത്തോളം ഞാൻ പല രാജ്യത്തിൻ്റെ ഇതിനെക്കുറിച്ചും പഠിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് കേട്ടിടത്തോളം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ആഫ്റ്റർ 2 years ഈ കാറ്റഗറിയിൽ വരുന്ന ആൾ, നിങ്ങൾക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എങ്കിൽ എല്ലാവരും ഇവർ 10th ആയിക്കോട്ടെ, അല്ലെങ്കിൽ +2 പഠിച്ചവരായിക്കോട്ടെ, അല്ലെങ്കിൽ ഫെയിൽഡ് ആയിക്കോട്ടെ, ഇവർ എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് അല്ല, വർക്ക് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ എന്നാണ് ഈ പറഞ്ഞതിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. ഇഫ് ഹീ ഈസ് എ വെരി സ്കിൽഡ് പേഴ്സൺ ഇൻ പർട്ടിക്കുലർ ഇൻഡസ്ട്രി ഓർ പർട്ടിക്കുലർ ഫീൽഡ്, ഹീ ഈസ് എലിജിബിൾ, ദേ ആർ റെഡി ടു ഹയർ ദം. ഇതാണ് നമുക്ക് മനസ്സിലാക്കാൻ പോകുന്നത്. ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട സബ്ജക്ട്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് ഞാൻ ഉടൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ പ്ലീസ് വെയിറ്റ് ഫോർ ഇറ്റ്. ആൻഡ് ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഉടനെ ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ വീഡിയോ ആയിട്ട് നമുക്ക്